ബാങ്കിൽ ഫണ്ട് എത്തിയിട്ടും പൊന്നാനിയിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തില്ല. പെൻഷൻ വിതരണം മനഃപൂർവ്വം വൈകിക്കുന്നുവെന്ന ആരോപണവുമായി UDF രംഗത്ത്. സമീപ പഞ്ചായത്തുകളെല്ലാം പെരുന്നാളിന് മുന്നോടിയായി സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടും പൊന്നാനി നഗരസഭയിൽ പെൻഷൻ വിതരണം തുടങ്ങിയില്ല. പൊന്നാനി സർവീസ് സഹകരണ ബാങ്കിൽ ഫണ്ട് എത്തിയിട്ടും പെരുന്നാളിന് മുമ്പ് പെൻഷൻ വിതരണം ചെയ്യാതെ CPM പെൻഷൻ വിതരണം അട്ടിമറിച്ചുവെന്ന് ആരോപിച്ച UDF രംഗത്തെത്തി. ചൊവ്വാഴ്ച ബാങ്കിൽ പണമെത്തുകയും അക്കൗണ്ടുകൾ വഴിയുള്ള വിതരണം നടക്കുകയും ചെയ്തെങ്കിലും ഗുണഭോക്താക്കൾക്ക് നേരിട്ട് വിതരണം ചെയ്യുന്നതാണ് പൊന്നാനിയിൽ നടക്കാതിരുന്നത്. സർക്കാർ തീരുമാനം നടപ്പാക്കാതിരിക്കുന്നതിന് വേണ്ടി പൊന്നാനി നഗരസഭയും സഹകരണ ബാങ്കും കൂടി നടത്തിയ ഒത്തുകളിയെപ്പറ്റി അന്വേഷണം നടത്തണമെന്നും പെൻഷൻ വിതരണം പൊന്നാനി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും മാറ്റണമെന്നും UDF ആവശ്യപ്പെട്ടു. അതേസമയം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് തുക ബാങ്കിലെത്തിയതെന്നും മുഴുവൻ പേർക്കും അതേ ദിവസം തന്നെ തുക വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും ബുധൻ വ്യാഴം ദിവസങ്ങൾ അവധിയായതിനാൽ പെൻഷൻ വിതരണം നടന്നില്ലെന്നും വെള്ളിയാഴ്ച പെൻഷൻ വിതരണം ചെയ്യുമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. ട്രഷറിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് ട്രഷറിയിൽ പണം വന്നിട്ട് ആ പണം വന്ന വിവരം 7 ബാങ്കുകളെ അറിയിച്ചിട്ടുണ്ട്. പൊന്നാനി മേഖലയിലുള്ള ഈ ട്രഷറിയുടെ അധീനതയിലുള്ള 7 ബാങ്കുകളെ വിവരം അറിയിച്ചിട്ട് 4 ബാങ്കുകൾ പണം കൈപ്പറ്റി കൊണ്ടുപോയിട്ടുണ്ട്. 3 ബാങ്കുകൾ, അത് പൊന്നാനി നഗരസഭ വിതരണം ചെയ്യുന്ന ബാങ്ക് ഉൾപ്പെടെയുള്ള 3 ബാങ്കുകളാണ് പണം കൊണ്ടുപോകാതെ നിരുത്തരവാദം, അല്ലെങ്കിൽ ഈ സർക്കാരിനെ കുറ്റപ്പെടുത്തുവാനുള്ള ഈ പെരുന്നാളിനോടനുബന്ധിച്ച് പാവപ്പെട്ട ആളുകൾ ഈ പണം കാത്തിരിക്കുകയാണ്. ഈ ഫണ്ട് കിട്ടുക, പെൻഷൻ പണം കിട്ടിയിട്ട് വേണം പെരുന്നാൾ ആഘോഷിക്കാൻ എന്നുള്ള നിലയ്ക്ക് കാത്തിരിക്കുന്ന പെൻഷൻകാർ ഇന്ന് നെട്ടോട്ടം ഓടുകയാണ്. കിട്ടിയില്ല, ഫണ്ട് കിട്ടിയില്ല, പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് തികച്ചും ഈ സർക്കാരിനെ കരിവാരി തേക്കുവാനുള്ള ഒരു നിരുത്തരവാദപരമായ നീക്കമാണ് ഈ ബാങ്കുകൾ നടത്തിയിട്ടുള്ളത്. സ്റ്റാറ്റസ് വച്ചിരിക്കുകയാണ്. UDF വന്നാൽ ഞങ്ങൾ പറഞ്ഞില്ലേ പെൻഷൻ കിട്ടില്ല എന്ന്, ഇപ്പം എന്തായി എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാനി നഗരസഭയുടെ ചെയർപേഴ്സൺ ഉൾപ്പെടെ LDFൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ സ്റ്റാറ്റസ് വെച്ച് ഈ ജനങ്ങളെ, പൊന്നാനിയിലെ ജനങ്ങളെ കബളിപ്പിക്കാമെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള വികാരം ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരും. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.